അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾക്ക് ഒരു പരീക്ഷ ഇന്ന് നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇതിലിടാൻ പോവുകയാണ്. കാരണം നമുക്ക് ടൈമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫുൾ റെഫർ ചെയ്തിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത പരിപാടിയിലേക്ക്, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താരിഖ് അഖ്ലാഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ ലൈക്ക് നിർബന്ധമാണ്, വൈബാണ്. അപ്പോൾ ഒന്ന് ശരി അടയാളപ്പെടുത്തുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ച വീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. നമ്മുടെ മദ്ഹബിൻ്റെ പേരെന്താ? ഷാഫിഈ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കുക. ബദർ യുദ്ധം നടന്ന മാസം റമളാനിൽ. 4. വലിയ പാപങ്ങളിൽ പെട്ടത് എന്താ? വ്യഭിചാരം. 5. സ്വൽസ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്? സത്യസന്ധത. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. ഇതുകൊണ്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. 2. ഉത്തരം എഴുതുക. മുഅ്തദ് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ആരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹു. 2. ഉഹുദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ശവ്വാൽ മാസത്തിൽ. 3. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശുക്രി എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 5. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? സത്യവിശ്വാസിയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ഏതൊക്കെയാ? സിറിയ. 3. പൂരിപ്പിക്കാനാണ്. ഇന്നല്ലാഹു യഖ്ബുലു ഡേഷ് മാലം യുറിർ. ഇന്നല്ലാഹു യഖ്ബുലു തൗബത്തുൽ അബ്ദി മാലം യുറിർ. 2. ഇൻ തഅബുദു റബ്ബക കഅന്നക ഡേഷ് ഫഇല്ലം തകുൻ ഡേഷ് ഫഇന്നഹു യറാക. ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അൻ തഅബുദു റബ്ബക കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. 3. ബദറിൽ സംബന്ധിച്ചു സഹാബികൾ ആരും തന്നെ നരകത്തിൽ ബദറിൽ സംബന്ധിച്ച ഡേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 4. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് ഡേഷ് ഉണ്ടായിട്ടുണ്ട്. നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് 4ാമത്തേത് യോജിപ്പിക്കാനാണ്. ഇൽമു പഠിക്കുക. നാവ്. സിന. 70 പേർ യഹൂദികൾ. 1. മനുഷ്യർ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? നാവ്. ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇൽമു പഠിക്കുക. സത്യവിശ്വാസിയുടെ ഈമാൻ കോട്ടം തുടങ്ങുന്ന വൻ കുറ്റമാണ് സിന. 4. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികൾ. 5. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേർ. 5. ഹിജ്റ വർഷം എഴുതാനാണ്. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2ാം വർഷം പ്രത്യേകം പഠിച്ചു പോണേ. ഒരു ബുക്കിൽ ലിസ്റ്റാക്കി വെച്ചോ, അത് പഠിച്ച് നിർബന്ധമായിട്ടും പോകണം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഹിജ്റ 11ാം വർഷം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയത് ഹിജ്റ 179. 4. മക്ക വിജയം നടന്നത് ഹിജ്റ 8ാം വർഷം. 6ാമത്തെ പ്രവർത്തനം സാരം എഴുതാനാണ്. ഖദ് അഫ്ലഹ മൻ സക്കഹ. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കുന്നവൻ വിജയിച്ചു. 2ാമത്തേത് അഫല അകൂന അബ്ദൻ ശകൂറൻ. ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ? 3. ഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. 7. വ്യക്തമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ. 2. മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണമെന്താ? നബിയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. 3. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് വെച്ച് പറഞ്ഞത് സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. 4. തർക്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കുക. 5. ലജ്ജ എന്നാൽ എന്ത്? വെറുക്കപ്പെട്ടത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് നമ്മൾ പറയുക. എങ്കിൽ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. ഈ വീഡിയോ ഉടനെ തന്നെ നിങ്ങൾ കാണുക. സെറ്റ് പവർ വൈബാക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ 11 മണിക്കുള്ള കഴിയുക. അപ്പോൾ നാളത്തെ പരീക്ഷയും കഴിഞ്ഞ് പിന്നെ ഐഫിലും കൂടി നിങ്ങളുടെ മറ്റേ പരീക്ഷയും കഴിഞ്ഞാൽ ഉഷാറായിട്ടിരിക്കുക. എങ്കിൽ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.